ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കല്യാണ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ അവിടെ പോയി എൻ്റെ വീട്ടിൽ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് പള്ളി പോവാണ്. അവർ ജാക്കോബൈറ്റ്സ് ആണ്. 10:30-ക്കാണ് സ്തുതിയും ബഹുമാനവും ആരാധനയും മകുടം ഘോഷ ഇറങ്ങുന്നു മണവാളനയാ ജാരിം അണിക്കും മകുടം രമ്യം ശാശ്വതശാല ദിശ സത്യമാല ശീഘ്രം സവിധമനീടണമേ സദനം ഭക്ഷണമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്ക് ഭദ്രമായ ജയമായി ഘോഷിച്ചിറക്കും കൗതുകമേറും കിരീടം മണവാട്ടി പിതാവും പരിശുദ്ധാത്മാവും പുകഴും ശുഭചിഹ്നം
അങ്ങനെ പാട്ടും ആരവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മണ്ഡപത്തിലെത്തി. കല്യാണം ഓൾറെഡി ചെക്കൻ്റെ വീട്ടിലെ ചെക്കനും പെണ്ണിനെയും കൂടി കയറ്റി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മണ്ഡപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെല്ലുനീര് വാഴ്ത്തുക എന്ന് പറയും. നെല്ലുനീര് വാഴ്ത്തിട്ടേന്ന് സഭയിലുള്ള എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് കയ്യിലുള്ള വാഴ്വ് മോതിരം, കല്യാണത്തിൻ്റെ അന്ന് വധുവും വരനും അണിയുന്ന പരസ്പരം അണിയുന്ന മോതിരം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയാണ് ചെയ്യുക. അതേപോലെ കിണ്ടിയിൽ വെള്ളം വെച്ച് കാല് കഴുകിക്കുക, പണ്ടത്തെ ആചാരമാണ്. അത് കഴിഞ്ഞ് വരനെ അച്ചാച്ചനും വധുവിനെ അമ്മായി അല്ലെങ്കിൽ ചെക്കൻ്റെ പെങ്ങള് ആനയിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വന്നിട്ടുള്ള ബന്ധുമിത്രാദികളും കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ മണ്ഡപത്തിനകത്ത് എത്തിയിട്ടുണ്ടാവും. Thank you so much. Finally, ladies and gentlemen, 2024 എന്ന നല്ലൊരു വർഷത്തിൽ ഇരു ഫാമിലിക്കും വലിയൊരു ബ്ലെസ്സിംഗായും വലിയൊരു സ്നേഹമായും സിജോയും റിൻസിയും ഇന്നത്തെ ദിവസത്തിന്റെ സെന്റർ ഓഫ് അട്രാക്ഷനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ ഡാൻസേഴ്സ്. താങ്ക് യു. എക്സലന്റ് ഇവന്റ്സിന്റെ എല്ലാമായിട്ടുള്ള വൺ ആൻഡ് ഓൺലി സിജോയാണ് നമ്മളിലേക്ക് നിൽക്കുന്നത് കേട്ടോ. ആൻഡ് സിജോയുടെ ആ ഒരു എക്സലന്റ് ബെറ്റർ ഹാഫ് ബ്രൈഡ് റിൻസി, മിസ്റ്റർ പാപ്പച്ചന്റെയും മിസ്സസ് അന്നമ്മ പാപ്പച്ചന്റെയും മകളാണ്. BA പൊളിറ്റിക്സ് ആൻഡ് DCA കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റിൻസി. സോ രണ്ടുപേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്, രണ്ട് നല്ല ഫാമിലി നല്ല വ്യക്തികളാണ്. രണ്ടുപേരും 100% മാച്ചിങ് ആണ്. റെഡി ചെയ്യുന്നോ? യെസ് ഓർ നോ? യെസ്. എങ്കിലാണെങ്കിൽ ഒരു കൈയ്യടി കൊടുക്കാം സിജോയ്ക്കും റിൻസിക്കുമാണ്. ഏറ്റവും സ്നേഹമുള്ള പാരന്റ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിജോയുടെ പാരന്റ്സ് ഓൾറെഡി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നു. ഒപ്പം തന്നെ റിൻസിയുടെ കുടുംബാംഗങ്ങളാണ് ഈ സമയം എത്തിച്ചേർന്നിട്ടുള്ളത്. മിസ്റ്റർ പാപ്പച്ചൻ, മിസ്സസ് അന്നമ്മ പാപ്പച്ചൻ.
തുടർന്ന് വേദിയിലേക്ക് എത്തിച്ചേരുന്നത് ഇവരുടെ എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട സിബ്ലിംഗ്സ് ആണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു നിമിഷമായിരുന്നു ഇത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ ഒരു നല്ല നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആഗ്രഹിച്ച ഇവരുടെ സിബ്ലിംഗ്സിനാണ് ഈ സമയം വർക്കും ചെയ്യുന്നത്. സിജോയുടെ ബ്രദർ മിസ്റ്റർ സൈജു ആൻഡ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് മിസസ് ലാനി, രണ്ടുപേർക്ക് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് ഈ സമയം ഫാമിലിയാണ് കേട്ടോ വേദിയിലേക്ക് എത്തിച്ചേരുന്നത്. സിജി ഒപ്പം തന്നെ സിസ്റ്റർ ഹസ്ബൻഡ് മിസ്റ്റർ സനി അതിനകത്ത് വേദികളാണ് സിയോൺ ആൻഡ് സൺ വെൽക്കം ചെയ്യുകയാണ് വേദിയിലേക്ക്. തുടർന്ന് വേദിയിലേക്ക് എത്തിച്ചേരുന്നത് റിൻസിയുടെ പ്രിയപ്പെട്ട സിസ്റ്ററുടെ ഹസ്ബൻഡ്. സിസ്റ്റർ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, റിൻസി എന്നാണ് പേര്. ഹസ്ബൻഡ് മിസ്റ്റർ മാരിസ് ആൻഡ് ജെയ്സ് മാരിസ് വെൽക്കം ചെയ്യുന്നത് നമ്മുടെ വേദിയിലേക്ക്. അങ്ങനെ അവരുടെ മൊത്തം കുടുംബം സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വിവാഹം എന്ന് പറഞ്ഞ രണ്ടാളുകൾ തമ്മിൽ മാത്രമല്ല, രണ്ട് വ്യക്തികളുടെ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതാണ്. Thank you so much. നമ്മുടെ മകൻ കൊടുക്കൽ ചടങ്ങ് ഓൾമോസ്റ്റ് ഇതവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. തുടർന്ന് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയാണ് നമ്മുടെ ഒരു വേദിയിൽ നടത്തപ്പെടാനായിട്ട് പോകുന്നത്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എല്ലാം തന്നെ നിലനിൽക്കുന്നെങ്കിലും ഏറ്റവും സർവോത്കൃഷ്ടമായത് സ്നേഹമാണല്ലോ. ഏറ്റവും സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സിജോയ്ക്കും റിൻസിക്കും എന്നെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ സമയം ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിക്ക് സിജോ, റിൻസി കുടുംബാംഗങ്ങളും മുന്നിലേക്ക് ഈ സമയം ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ലൈറ്റ്നിങ് സെറമണി വേണമല്ലോ. അങ്ങനെ പുതിയൊരു ജീവിതം പുതിയ പ്രത്യാശയോട് കൂടിയിട്ട് വെളിച്ചത്തോടു കൂടി ആരംഭിക്കുകയാണ്. അവരും അവരുടെ സപ്പോർട്ടിങ് സിസ്റ്ററായിട്ടുള്ള അവരുടെ പാരൻസും, രണ്ടുപേരുടെയും പാരൻസും കൂടിയിട്ട് ഓരോ ക്യാൻഡിൽസ് കത്തിച്ച് അവരുടെ ജീവിതത്തിന് വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷമാണെങ്കിലും മധുരം പങ്കുവയ്ക്കാതെ അത് പൂർണ്ണമാവുന്നില്ല. ഇത്രയും വലിയൊരു ഹാപ്പിനെസ് നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ ആ വലിയൊരു സന്തോഷം എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് കൂടി ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഫാമിലി മെമ്പേഴ്സും മുന്നിലേക്ക് ഒന്ന് ചേർന്നേൽക്കുക. റിൻസിയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും മുന്നിലേക്ക് ഈ സമയം ചേർന്നേൽക്കുക. ചെയ്യുന്നു രണ്ടുപേരും ഏറ്റുവാണ്. ഈവൻ ജ്യൂസ് ആണെങ്കിൽ let's cheers to a new life, അല്ലേ? Perfect. And just close your hands. കളവും ചാർത്തുന്ന ചടങ്ങാണ്. കളവും എടുത്തു നൽകുന്നതിനായിട്ട് ഈ സമയം സിസ്റ്ററാണ് കേട്ടോ. കളവും എടുത്തു നൽകുന്നതിനായിട്ട് സിസ്റ്ററാണ്. രണ്ടുപേരും കടപ്പെടുക്കുക. ശേഷം പരസ്പരം നെറ്റിയിൽ ചാർത്തി നൽകാനായിട്ട് പോവാണ്. സിജോ റിൻസിക്കും, റിൻസി സിജോക്കുമായിട്ട് ഈ സമയം കളവും ചാർത്തി നൽകുന്നു. Wishing you many all the best and happy blessings on this wonderful occasion. Congratulations. തുടർന്ന് രണ്ടുപേരെയും ഒന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ, ഒന്ന് മനനെ തെളിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മിസ്റ്റർ സൈമൺ.
അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പതിനെ തെളിയിച്ച് രണ്ടുപേരും ഈ സമയം സിജോയും റിൻസിയെയും ബ്ലെസ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ചടങ്ങുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ ഫാമിലി ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. അത് അത് കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുള്ളത് ഫുഡ് സെക്ഷനിലേക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഫ്രഷ് ജ്യൂസും നഗേറ്റ്സും ലോലിപോപ്പും ആയിരുന്നു സ്റ്റാർട്ടേഴ്സായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ പോപ്കോണും പഞ്ഞിമിഠായിയും ഗുലാബ് ജാമുൻ, ജിലേബി, പുഡിങ്, ഷവർമ, ചോക്ലേറ്റിൽ മുക്കി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറയെ ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത സമയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുഡിൻ്റെ മെനു ഒന്നും അറിയും കൂടിയില്ല, അത്രയ്ക്കധികം ഉണ്ടായിരുന്നു. പിന്നുള്ളതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പാട്ടും ഡാൻസും പടക്കം പൊട്ടിക്കലൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച്.